ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാവേരി ആണെങ്കിൽ നിലമോൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ നിലമോളാണെങ്കിൽ ആ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ ഗംഗ വന്നിട്ട് പറയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിലമോളെ, ഇതൊക്കെ നിനക്ക് കഴിക്കാനുള്ള മരുന്നാണ്, നിൻ്റെ പനി മാറണ്ടേ, നിനക്ക് സ്കൂളിലേക്ക് പോകണ്ടേന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ നിള പറയണേ, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ ചേച്ചി, എനിക്ക് വേണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ കൊച്ചു കുട്ടിയല്ലേടി, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അവളെ നിർബന്ധിക്കണ്ട, പനി മാറുന്നില്ലെങ്കിൽ നമുക്ക് അപ്പം നോക്കാം, ആ സമയത്ത് മരുന്ന് കൊടുത്താൽ മതി, ഇപ്പോൾ ഭക്ഷണം കഴിക്കുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ കാവേരി നിലയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തേക്ക് അവിടേക്ക് ബാങ്കുകാർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗയാണെങ്കിൽ പുറത്ത് ചെന്നിട്ട് ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് അരവിന്ദൻ്റെ വീടല്ലേ, ഞങ്ങൾ അരവിന്ദനെ കാണാൻ വന്നതാ ചോദിക്കണം കേട്ടോ. അപ്പോഴത്തേക്കും കാവേരിയും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ പറയണ, അരവിന്ദനെ വിളിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി ആണെങ്കിൽ ഗംഗയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, അച്ഛൻ മരിച്ചിട്ട് 2 ദിവസമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാങ്കുകാർ ഷോക്കാവാണ്, മരിച്ചെന്നോ, ഈ വീട് ഹൗസിംഗ് ലോണിലാണ് പണിതത്, ഈ വീടിൻ്റെ അടവ് മുടങ്ങിയിട്ട് ഇപ്പോൾ 8 മാസമായി, ഞങ്ങൾ പലതവണ നോട്ടീസ് അയച്ചിരുന്നു, കുറേ തവണ വിളിക്കുകയും ചെയ്തിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് വന്നത്, അരവിന്ദൻ മരിച്ച വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഗംഗ പറയണ, സാർ നിങ്ങൾക്ക് അഡ്രസ്സ് മാറിയതാവും, ഈ വീട് ഹൗസിംഗ് ലോണിലല്ല പണിതതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ബാങ്കുകാർ ഉറപ്പിച്ച് പറയണം, അല്ല ഇത് ഹൗസിംഗ് ലോണിൽ തന്നെയാണ് പണിതത്, ഇത് അരവിന്ദൻ്റെ വീടാണെങ്കിൽ ഞങ്ങൾ വന്നത് കറക്റ്റ് വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ തരുന്ന ഫൈനൽ നോട്ടീസാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാക്കി തുക അടച്ചിട്ട് ലോണ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അവർ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാം ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഗംഗ ശാരദയോട് ചോദിക്കണം, അമ്മേ അവർ പറഞ്ഞ സത്യമാണോ, അച്ഛൻ ഹൗസിംഗ് ലോണിലാണോ അമ്മ ഈ വീട് പണിതത്? അപ്പോൾ ശാരദയ്ക്ക് ഇത് അറിയില്ലെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, എടി അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല, അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന ഈ വീടിൻ്റെ കാര്യത്തിൽ ഇതെന്തോ കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസ് എടുത്ത് കാവേരിയുടെ കൈ കൊടുക്കണം കേട്ടോ. അങ്ങനെ കാവേരിയാണെങ്കിൽ അത് വായിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഉള്ളിലിരുന്നിട്ട് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പോൾ കാവേരി ആണെങ്കിൽ ശാരദയോട് ഓരോന്ന് ചോദിക്കണം, അമ്മ ഈ വീട് പണിതിട്ട് എത്ര വർഷമായി? അപ്പോൾ ശാരദ പറയാണ്, ഗംഗയെ വയറ്റിലുണ്ടായിരുന്ന സമയത്താണ് ഈ വീട് പണി പൂർത്തിയാക്കിയത്, അങ്ങനെ നോക്കുമ്പോൾ ഈ വീട് വച്ചിട്ടിപ്പോൾ 25 വർഷമായി എന്ന് പറയണം കേട്ടോ. അപ്പോൾ അവർ പറയണം, 25 വർഷമായി വീടിന് ഇത്രയും കാലമായിട്ട് അടവ് പൂർത്തിയായിട്ടില്ലെന്ന് പറയുമ്പോൾ അതൊക്കെ എങ്ങനെയാണ്, ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ കാവേരി ഓരോന്നായിട്ട് ശാരദയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ശാരദയ്ക്കാണെങ്കിൽ അരവിന്ദൻ്റെ ബാങ്ക് ഡീറ്റെയിൽസോ അതുപോലെ തന്നെ ശാരദയ്ക്ക് ഏത് ബാങ്കിലെ അക്കൗണ്ട് ഉള്ളതെന്നോ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ യമുന ശാരദയോട് ചോദിക്കുകയാണ്, ഇതെന്താ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ശാരദ പറയുന്നുണ്ട്, എല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം, എനിക്ക് അറിയത്തില്ല, അരവിന്ദേട്ടൻ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് അതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, ഞാനും അത് സൈൻ ചെയ്ത് കൊടുത്തു, അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. അപ്പോൾ കാവേരി പറയണം കേട്ടോ ശാരദയുടെ, അമ്മ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കിടപ്പാടുമാണ് ബാങ്കിലിരിക്കുന്നത്, കാശ് അടച്ചില്ലെങ്കിൽ അവർ വന്ന് ഇത് ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ കാവേരി ആണെങ്കിൽ ജയപാലിനെ വിളിക്കണം കേട്ടോ. വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അപ്പോൾ ജയപാലിനാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ബാങ്കിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ. അങ്ങനെ ജയപാലനാണെങ്കിൽ നല്ലതുപോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്. എന്താ മോളെ, എനിക്കൊന്നും കേൾക്കുന്നില്ല, ഞാൻ അമ്പലത്തിൽ നിൽക്കുക, ഇവിടുത്തെ ബഹളത്തിൽ കേൾക്കുന്നില്ല, എന്തായാലും ബാങ്കിൻ്റെ കാര്യമെന്ന് മനസ്സിലായി, ഞാൻ നാളെ അങ്ങോട്ട് വന്നിട്ട് നേരിട്ട് ബാങ്കിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ജയപാലൻ വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ കാവേരിയും കാള് കട്ടയാണ്. അപ്പോൾ ശാരദ ചോദിക്കുന്നു, എന്താ മോളെ ജയപാലൻ എന്താ പറഞ്ഞത്? അപ്പോൾ കാവേരി പറയാണ്, അങ്കിൾ ഏതോ അമ്പലത്തിലാണെന്നാണ് പറഞ്ഞത്, നാളെ വന്നിട്ട് ബാങ്കിൽ ചെന്ന് സംസാരിക്കാമെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നത് കേട്ടോ, അരവിന്ദൻ മരിച്ചു എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് ആരും ഇല്ലാതായിട്ടില്ല, ജയപാലനും എൻ്റെ മോനാണ്, കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളൂ എന്ന് പറയണം കേട്ടോ. ഇതേ സമയത്ത് ജയപാലനാണെങ്കിൽ വീട്ടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ പ്രമീള ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജയപാലനാണെങ്കിൽ പറയുകയാണ് പ്രമീളയോട്, എൻ്റെ പ്രമീള, എനിക്കൊരു അബദ്ധം പറ്റി, അരവിന്ദൻ മരിച്ചപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാമെന്ന് ഞാൻ അവൻ്റെ മക്കൾക്കൊരു വാക്ക് കൊടുത്തു, അതിപ്പോൾ പൊല്ലാപ്പായി. അപ്പോൾ പ്രമീള കാര്യം ചോദിക്കുമ്പം ജയപാലൻ പറയണം, അരവിന്ദൻ മരിച്ചപ്പോൾ കുടത്തിൽ നിന്ന് ഭൂതം വരുന്ന പോലെയാണ് കടക്കാർ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയത്, ഇപ്പോൾ ഇത് ബാങ്കുകാർ വന്ന് നിൽക്കുന്നു, ഇതൊക്കെ ഞാൻ ഇങ്ങനെ പരിഹരിക്കാനാണ്, മനുഷ്യരായ ഒരു പ്ലാന് വേണ്ടേ, അരവിന്ദൻ ഇത്രയും അബദ്ധം കാണിച്ചു വെച്ചിട്ടാണ് മരിച്ചതെന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ പ്രമീളയുടെ മുന്നിൽ. അങ്ങനെ പ്രമീളയും ജയപാലൻ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത സീനിൽ വിനീതിനെ കാണിക്കുകയാണ് കേട്ടോ. വിനീതാണെങ്കിൽ ആകെ വിഷമിച്ച് കടയൊന്നും തുറക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നിവിൻ വരുന്നുണ്ട് കേട്ടോ. നിവിൻ വന്നിട്ട് ചോദിക്കുകയാണ്, എടാ നീ ഇവിടെ ഇരിക്കണോ, നീ വീട്ടിലുണ്ടാവുമെന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് പോയി, നീ എന്താ കട തുറക്കാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീതാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് നിവിൻ വിനീതിനെയും വിളിച്ചിട്ട് ചായ കുടിക്കാനായിട്ട് പോവുകയാണേ.
അങ്ങനെ ചായ കുടിക്കാനിരിക്കുന്ന സമയത്ത് നിവിൻ ചോദിക്കുന്നത് എന്താടാ പുതിയ പ്രശ്നം. അപ്പോൾ വിനീത് പറയാണ് എടാ ഒരു ബാങ്ക് നോട്ടീസ് വന്നേക്കുക, ജപ്തിയാ പ്രശ്നം. അപ്പോൾ നിവിൻ ചോദിക്കുന്നത് എവിടെ, സ്നേഹതീരത്തോ. അങ്ങനെ അവർ ആ കാര്യം പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കാവേരിയും ഗംഗയും കൂടി നിളമോളെ കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ കാവേരിയെ കണ്ടിട്ട് വിനീതും നിവിനും കൂടിയിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ കാവേരി ആണെങ്കിൽ നിളമോൾക്ക് സുഖമില്ലാത്ത കാരണം അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട് അത് എന്നെ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ നിളമോളെ കൂട്ടിക്കൊണ്ട് പോകത്തില്ലായിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട് അതൊന്നും വേണ്ട, അവൾക്ക് തല നിവർന്ന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും സാരില്ല, ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോയേക്കാന്ന് പറയണം കേട്ടോ. അപ്പോൾ വിനീത് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ അറിയിക്കണേ കാവേരി, ഞാനുണ്ടാവും നിങ്ങൾക്കൊപ്പം എന്ന് പറയണം കേട്ടോ. അങ്ങനെ കാവേരി ആണെങ്കിൽ വിനീതിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വിനീതും നിവിനും അവരെ തന്നെ നോക്കി നിൽക്കണം കേട്ടോ. അതുപോലെ തന്നെ പോകുന്ന സമയത്തെല്ലാം ഗംഗയാണെങ്കിൽ തിരിഞ്ഞ് വിനീതിനെ തന്നെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടെ. അത് കഴിഞ്ഞിട്ട് ജയപാലിനെ പ്രമീളയും കാണിക്കണം കേട്ടോ. ജയപാലനാണെങ്കിൽ വീട്ടിലിരുന്ന് പ്രമീളയോട് സംസാരിക്കും. അപ്പോൾ പ്രമീള പറയുന്നുണ്ട് ശാരദ വിളിച്ചിരുന്നുവെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ ശാരദ പറഞ്ഞു, ശാരദയ്ക്ക് നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ജയപാലനാണെങ്കിൽ എങ്ങനെയെങ്കിലും പ്രമീളയെ അവരിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ യമുനയാണെങ്കിൽ വിശാലിനെ വിളിക്കുന്ന കേട്ടോ. അങ്ങനെ വിശാലാണെങ്കിൽ അവരറിയാതെ ഫോണുമായിട്ട് പുറത്ത് പോയി നിന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ യമുനയാണെങ്കിൽ ജയപാലൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം യമുന വിശാലിനോട് ജയപാലൻ അങ്കിൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വിശാലും അച്ഛനും വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ യമുനയ്ക്ക് മനസ്സിലാവാണ് ജയപാലൻ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞതൊക്കെ കള്ളവാണെന്ന്.